അവയവക്കടത്ത് കേസിൽ ഇറാനിലുള്ള കൊച്ചി സ്വദേശി മധുവിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. മധുവിനായി ബ്ലൂ കോർണർ പുറപ്പെടുവിക്കുവാൻ ആവശ്യപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം കേന്ദ്ര ഏജൻസിയെ സമീപിച്ചു. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ പഴുതടച്ചുകൊണ്ടാണ്. എന്തൊക്കെയാണ് അടുത്ത നീക്കങ്ങൾ? സംഗീത പറയുന്നത് പോലെ തന്നെ അന്വേഷണ സംഘം പഴുതടച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ ഓരോ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇറാനിലുള്ള കൊച്ചി സ്വദേശി മധുവിനെ കൊച്ചിയിലെത്തിക്കാനുള്ള ഒരു നീക്കമാണ് ആരംഭിച്ചിരിക്കുന്നത്. അതായത് മധുവിനെ കൊച്ചിയിലെത്തിക്കുന്നതിന് മുന്നോടിയായി ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കേണ്ടതുണ്ട്. ആ ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കാൻ കേന്ദ്ര ഏജൻസിയെ സമീപിച്ചിരിക്കുകയാണ്. CBI അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ സമീപിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത പാലക്കാട് സ്വദേശി ഷമീറിനെ ഇന്നലെ വൈകുന്നേരത്തോടെ അങ്കമാലി മജിസ്ട്രേറ്റിന് മുന്നിലെത്തിച്ച് രഹസ്യമൊഴി രേഖപ്പെടുത്തിയെന്നും അറിയാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ചും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന അവയവ കച്ചവടത്തെക്കുറിച്ച് ഷമീറു അടക്കമുള്ള സാക്ഷികളും പ്രതികളും മൊഴി നൽകിയിരുന്നു. ഈ മൊഴിയെല്ലാം ആധികാരികമായി ഉറപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 11 വിദേശികളെ കൊച്ചിയിലെത്തിച്ചുകൊണ്ട് അവയവ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തി എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രഹസ്യമൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചതും. ഇന്നലെ അതിൻ്റെ മുന്നോടിയായി ആദ്യ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പിടിയിലുള്ള 3 പ്രതികളുടെ രഹസ്യമൊഴി കൂടി ഇനി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതായത് സാബിത്ത്, ഒപ്പം തന്നെ രാമപ്രസാദ് ഗുണ്ട അടക്കമുള്ള പ്രതികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വകാര്യ ആശുപത്രികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലെ 4 സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദേശികൾക്കും സ്വദേശികൾക്കും അടക്കം പണം നൽകുന്നവർക്ക് അവയവം നൽകുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നതായി അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ അവയവ കച്ചവടത്തിനെതിരെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സംഗീത. ശരി സഹിൻ. രാജ്യാന്തര അവയവക്കടത്ത് കേസിൽ ഇറാനിലുള്ള കൊച്ചി സ്വദേശി മധുവിനെ നാട്ടിലെത്തിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. മധുവിനായി ബ്ലൂ കോർണർ പുറപ്പെടുവിക്കുവാൻ ആവശ്യപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം കേന്ദ്ര ഏജൻസിയെ സമീപിച്ചു. കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ സഹിൻ ആന്റണി പങ്കുവച്ചത്.